ഹായ് ഓൾ, വെൽക്കം ടു റിലയൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്നത് ജസ്റ്റ് ഒരു ഡെമോ ആണ്. എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയറിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരുവാണ് നിങ്ങൾക്ക്. അതായത് ടെക്ല എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആയിരിക്കും നിങ്ങൾ കേട്ടേക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് ടെക്ലയിൽ നമ്മൾ ചെയ്യുന്നത്, ഇതിന് എന്ത് ഇൻപുട്ടാണ് ക്ലയൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് വർക്ക് ചെയ്യാനായിട്ട്, എന്ത് ഔട്ട്പുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ടെക്ല സ്ട്രക്ചർ സോഫ്റ്റ്വെയർ ബേസിക്കലി ഒരു സ്റ്റീൽ ഡീറ്റെയിലിംഗ് സോഫ്റ്റ്വെയറാണ്. അതായത് നമുക്ക് ക്ലയൻറ്റ് ഡ്രോയിങ്സ് തരും. ഈ ബിൽഡിങ്ങിൻ്റെ പ്ലാനും എലിവേഷനും കണക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുകൊണ്ടുള്ള 2D ഡ്രോയിങ്സ് തരും. ആ ഡ്രോയിങ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇലാബറേറ്റഡ് ഡീറ്റെയിൽ ഡ്രോയിങ്സ് കൊടുക്കണം. എങ്ങനെ ഫാബ്രിക്കേഷൻ ചെയ്യണം, എങ്ങനെ ഇത് സൈറ്റിൽ ഇറക്ഷൻ ചെയ്യണം, പ്ലസ് ഇതിൻ്റെ ക്വാണ്ടിറ്റി, സ്റ്റീലും നട്ടും ബോൾട്ടെല്ലാം എങ്ങനെ എന്തോരം മേടിക്കണം എന്നുള്ള ഒരു ക്വാണ്ടിറ്റി കൊടുക്കണം. സോ ഇതിൻ്റെ മെയിൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ സൈറ്റിൽ വെൻ വി ബ്രിങ് ദ സ്റ്റീൽ ടു ദ സൈറ്റ് ദർ ഷുഡ് നോട്ട് ബി എനി കട്ടിങ് ഓർ വെൽഡിങ്. എവറിത്തിങ് ഷുഡ് ബി ഹാപ്പൻ ഇൻ ദ ഫാബ്രിക്കേഷൻ ഷോപ്പ്. എല്ലാം ഫാബ്രിക്കേഷൻ ഷോപ്പിലിട്ടിട്ടാണ് കട്ട് ചെയ്യേണ്ടതും വെൽഡ് ചെയ്യേണ്ടതും. എന്നിട്ട് സൈറ്റിൽ ഇതെല്ലാം കൂടി കൊണ്ടുവരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾട്ട് ചെയ്ത് പോകാൻ പറ്റണം. അപ്പോൾ ആ ഒരു മെത്തേഡിൽ വേണം നമ്മൾ ഫാബ്രിക്കേറ്റേഴ്സിന് ഡ്രോയിങ് കൊടുക്കാനായിട്ട്. സോ ദ ഫാബ്രിക്കേറ്റേഴ്സ് ആർ ബ്ലാങ്ക്. വാട്ട് ഡ്രോയിങ്സ് വി ആർ ഗിവിങ് ദേ ആർ ഗോയിങ് ടു ഫാബ്രിക്കേറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രോയിങ്സ് വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മോഡൽ ഇങ്ങനെ ചെയ്യാനായിട്ട് ക്ലയൻറ്റ് നമുക്ക് ഡ്രോയിങ്സ് തരും. ഈ ഡ്രോയിങ്ങിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഗ്രിഡ് എന്ന് പറയും, ഈ ഗ്രിഡ് സെറ്റ് ചെയ്യുന്നു. ഗ്രിഡ് സെറ്റ് ചെയ്തിട്ട് മെമ്പർ പ്ലേസ്മെൻറ്റ് ചെയ്യാനാണ് നെക്സ്റ്റ് പ്രോസസ്. മെമ്പർ പ്ലേസ് എന്ന് വെച്ചാൽ ഇതുപോലെ കോളവും ബീമും ബ്രേസിങ്സ് ആ ഡിസൈൻ ഡ്രോയിങ്ങിൽ അവർ കാണിച്ചിട്ടുണ്ടാവും. പ്ലാനും എലിവേഷനിലൊക്കെ ഓരോ മെമ്പേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ മെമ്പേഴ്സ് എല്ലാം പ്ലേസ് ചെയ്യുന്നു. ഈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കേണ്ടതാണ് കണക്ഷൻ. കാരണം ഞാൻ പറഞ്ഞു കണക്ഷൻ, ബോൾട്ടഡ് കണക്ഷൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൈറ്റിൽ ഇതെല്ലാം കൂടെ കൊണ്ടുവരുമ്പോൾ ബോൾട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബോൾട്ടഡ് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീമിൻ്റെ സിറ്റുവേഷൻ, നമുക്കിപ്പോൾ ടെക്ലയിൽ ഒരു ബീം പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോക്യാഡ് പോലെയൊന്നും നമുക്ക് അത്ര ടഫല്ല. ഓട്ടോക്യാഡ് ലൈൻസ് ഇട്ട് വരയ്ക്കണം. ടെക്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ജസ്റ്റ് മെമ്പർ പ്ലേസ് ചെയ്താൽ മതി. ഓരോ എൻവയൺമെൻറ്റിനനുസരിച്ച് റെഡിമെയ്ഡ് കിട്ടുന്ന സ്റ്റീൽ സെക്ഷൻസ് ഉണ്ടാവും. ആ സ്റ്റീൽ സെക്ഷൻസ് ജസ്റ്റ് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സ്റ്റീലിൽ ബീം എന്ന് പറഞ്ഞെടുക്കുക. ബീം എന്ന് പറഞ്ഞ ഐക്കൺ എടുത്ത് 2 പോയിൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ബീം ഡെവലപ്പായി വരും. കണ്ടില്ലേ? ഇപ്പോൾ ഈ ബീമിൻ്റെ പ്രോപ്പർട്ടി എടുത്തിട്ട് നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഡിഫോൾട്ട് ഒരു സെക്ഷൻ സൈസ് ആയിരിക്കും വന്നേക്കുന്നത്. HEA 300 എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഒരു ഡിഫോൾട്ട് എന്ന് പറഞ്ഞ എൻവയൺമെൻറ്റിൽ ഓപ്പൺ ചെയ്തത്. അപ്പോൾ HEA 300 എന്ന് പറഞ്ഞ് വന്നേക്കുന്നു. ഇപ്പോൾ ഈ പ്രൊഫൈൽ കാറ്റലോഗിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഫോൾട്ട്, ഇപ്പോൾ നിങ്ങൾ ഏത് എൻവയൺമെൻറ്റിലാണ് ഓപ്പൺ ചെയ്യുന്നത് ആ എൻവയൺമെൻറ്റിൽ കിട്ടുന്ന എല്ലാ ഹോട്ട് ഹോൾ സ്റ്റീൽസ് റെഡിമെയ്ഡ് സെക്ഷൻസ് ഇതിനകത്തുണ്ടാവും. എല്ലാ ഐ സെക്ഷൻ, ചാനൽ, ആംഗിൾ, ടി സെക്ഷൻ, ബോസ് സെക്ഷൻ, അങ്ങനെ എല്ലാ ടൈപ്പ് സ്റ്റീൽ സെക്ഷൻസും ഉണ്ടാവും. ഇതിൽ ഏതാണോ വേണ്ടത് ക്ലയൻറ്റ് ഡ്രോയിങ് അനുസരിച്ച്, റിക്വയർമെൻറ്റ് അനുസരിച്ച് ഏത് ഡ്രോയിങ് ആണോ വേണ്ടത് ജസ്റ്റ് സെലക്ട് ദാറ്റ് മെമ്പർ. സോ ദ പ്രീവിയസ്ലി ഇറ്റ് വാസ് HEA 300. നൗ യു ആർ ഗോയിങ് ടു ചേഞ്ച് ടു HEA 1000. അപ്പോൾ 1000 ചേഞ്ച് ചെയ്യുമോ ഞാൻ കൊടുത്തു, ജസ്റ്റ് മോഡിഫൈ. യു സി ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഗെറ്റ് എഫക്റ്റ്. അപ്പോൾ ഇതേപോലെ വളരെ ഈസിയാണ് നമുക്ക് ഇതിനകത്ത് സോഫ്റ്റ്വെയറിൽ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ മെമ്പർ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇതൊരു കംപ്ലീറ്റഡ് മോഡലാണ്. ഇതിനകത്ത് ഇപ്പോൾ ഇവർ കൊടുത്തേക്കുന്ന ഈ ഒരു ഏരിയയിൽ ഈ കോളവും ബീമും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു സൈറ്റിൽ നമ്മൾ ബോൾട്ടിംഗ് ആണ് ചെയ്യേണ്ടത്. കാരണം വർക്ക് ഫ്ലോ ഈസി ആയിട്ട് നടക്കാനായിട്ട് ബോൾട്ടഡ് കണക്ഷനാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് നോക്കിയേ, ഈ ഒരു കണക്ഷനാണ് കൊടുത്തേക്കുന്നത്. ഇതിനെ നമ്മൾ എൻഡ് പ്ലേറ്റ് കണക്ഷൻ എന്ന് പറയും. ഇതേപോലെ ഒരു പ്ലേറ്റ് എൻഡിൽ ഇങ്ങനെ വെച്ചേക്കുവാണ്. കണ്ടില്ലേ? എൻഡ് പ്ലേറ്റ് കണക്ഷൻ എന്ന് നമ്മൾ പറയും. ഈ കണക്ഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ക്ലയൻറ്റ് ഡ്രോയിങ്സിൽ തരും. അതായത് പ്ലേറ്റിൻ്റെ തിക്നെസ്, ബോൾട്ടിൻ്റെ സൈസ്, ബോൾട്ടിൻ്റെ എണ്ണം, ബോൾട്ടും പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇങ്ങനത്തെ ഇൻഫോർമേഷൻ എല്ലാം ഒരു ഡ്രോയിങ്സ് ആയിട്ട് തരും. നമ്മൾ ഈ കണക്ഷൻ്റെ പ്രോപ്പർട്ടി, നമുക്ക് കണക്ഷൻ കാറ്റലോഗ് ഉണ്ട് ഇവിടെ. ഈ കാറ്റലോഗിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഈ എൻഡ് പ്ലേറ്റ് വരുന്ന കണക്ഷൻ്റെ നമ്പറാണ് 144. ഈ കണക്ഷൻ എടുത്ത് നമ്മൾ കൊടുത്തിട്ട് ഈ കണക്ഷൻ്റെ പ്രോപ്പർട്ടീസിൽ നമുക്ക് അസൈൻ ചെയ്യാം. ബോൾട്ടിൻ്റെ എണ്ണം, തിക്നെസ്, സൈസ് അതെല്ലാം നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ ഈ കൊടുത്തേക്കുന്ന കണക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഫാബ്രിക്കേഷൻ ഷോപ്പിലിട്ട് വെൽഡ് ചെയ്ത് സൈറ്റിൽ ബോൾട്ടിങ് ചെയ്യണം. ഇപ്പോൾ ഈ ബീമും ഈ കോളവും തമ്മിൽ ബോൾട്ടിങ് സൈറ്റിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്ലേറ്റ് ബീമിൻ്റെ ഒപ്പം വെൽഡ് ചെയ്ത് വേണം വരാനായിട്ട്. സൈറ്റിൽ വരുമ്പോൾ ഈ ബീമിൻ്റെ ഒപ്പം വെൽഡ് ചെയ്ത് വരും. നമ്മൾ ഇതിനൊരു അസംബ്ലി ഡ്രോയിങ് എന്നാണ് ടെക്ലയിൽ പറയുന്ന ടേം. അസംബിൾ ചെയ്യുക, പല പീസുകളെ കൂടി സെറ്റ് ചെയ്ത് അസംബിൾ ചെയ്യുക. ഈ പ്ലേറ്റ് ബീമിൽ വെൽഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഫാബ്രിക്കേഷൻ ഡ്രോയിങ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഫാബ്രിക്കേറ്റേഴ്സിനോട് നമ്മൾ കാണിക്കണം ഈ പ്ലേറ്റ് ഈ ബീമിൻ്റെ എൻഡിൽ വെച്ച് വെൽഡ് ചെയ്യണമെന്നുള്ളത്. അതേപോലെ ഈ ബീമിൻ്റെ ഈ ഓപ്പോസിറ്റ് എൻഡിലും ഈ സെയിം കണക്ഷൻ തന്നെയാണ് വരുന്നത്. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ സെയിം പ്ലേറ്റ് തന്നെ കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി ടെക്ലയിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി വെൽഡിങ് ഏതിലോട്ട് ചെയ്യണമെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യും. നമ്മൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ സോഫ്റ്റ്വെയറിൽ നിന്ന് ഡ്രോയിങ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ബീമിൻ്റെ ഡ്രോയിങ് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2D ഡ്രോയിങ്സ് ആയിരിക്കും ജനറേറ്റ് ആയത് വരുന്നത്. വി നോ നീഡ് ടു ഡ്രോ എനിത്തിങ് ബൈ ലൈൻസ് ലൈക്ക് ഓട്ടോക്യാഡ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ബീമിൽ എന്തൊക്കെ വെൽഡ് ചെയ്തിരിക്കുന്നുണ്ടോ എവറിത്തിങ് വിൽ ബി വിസിബിൾ ഇൻ ദാറ്റ് ഡ്രോയിങ് ഇൻക്ലൂഡിങ് സെക്ഷൻസ് ആൻഡ് ബിൽ ഓഫ് മെറ്റീരിയൽ. ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഒരു ഡ്രോയിങ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഡ്രോയിങ്ങിൽ വരുന്ന ഓരോ പീസുകൾ, അതിനകത്ത് വരുന്ന ഓരോ പാർട്ടിൻ്റെയും സെക്ഷൻ സൈസ് ഏതാണ്, അതിൽ വരുന്ന ക്വാണ്ടിറ്റി എത്ര എണ്ണം ഉണ്ട്,
ഇതിൻ്റെ ഓരോന്നിൻ്റെ ഏരിയ, ലെങ്ത്, വെയിറ്റ്, പിന്നെ ടോട്ടൽ വെയിറ്റ്, ഈ ബീമും ഈ 2 പ്ലേറ്റും കൂടി വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വെയിറ്റ് വരും? കാരണം ഇവർക്ക് ഫാബ്രിക്കേഷൻ ഷോപ്പിൽ നിന്നും സൈറ്റിലോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ടണ്ണ് ഒരു ട്രെയിലറിലൊക്കെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു അസംബ്ലി, ഈ ഒരു ബീം വെൽഡ് ചെയ്ത് വരുമ്പോൾ എന്ത് വെയിറ്റ് വരുന്നു നമ്മൾ കൊടുക്കണം. ഇതെല്ലാം ഓട്ടോകാഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ് കൊടുത്തിരുന്നത്. പക്ഷേ ടെക്ലയിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക് ജനറേറ്റായി വരും. അപ്പോൾ ഈ ഒരു ബീം ഞാനിപ്പോൾ ഡ്രോയിങ് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അസംബ്ലി എടുത്തു തരാം. ഞാൻ അസംബ്ലി എന്ന് പറഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ റെഡ് ആൻഡ് യെല്ലോയിൽ കാണുന്നുണ്ടോ? റെഡ് എന്ന് വെച്ചാൽ മെയിൻ പാർട്ട് ബീം, യെല്ലോ ഈ മെയിൻ പാർട്ട് ബീമിലൊന്ന് വെൽഡ് ചെയ്തിരിക്കുന്ന പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റായിട്ട് വേണം ഡ്രോയിങ് ജനറേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഒരു ബീമിൻ്റെ ഡ്രോയിങ് ഞാൻ ജനറേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ടെക്ലയിൽ തന്നെ ഡോക്യുമെൻറ്റ് മാനേജർ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് ഒക്കെ വന്ന് കിടക്കുന്ന ഒരു കാറ്റലോഗ് ഉണ്ട്, ഒരു ലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് വന്ന് കിടപ്പുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത ടെക്ലയിൽ ഓപ്പൺ ആയി വരും. എന്നിട്ട് നമുക്ക് ആ ഡ്രോയിങ്സ് ഓട്ടോ കാറ്റിലോട്ടോ PDF-ലോട്ടോ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഡ്രോയിങ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് എവറി നമ്പേഴ്സ്. ഈ ഓരോ ബീമിനും നമ്മൾ ഫാബ്രിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്പറിങ് കൊടുക്കണം. B1, B2, B3, PL1, PL2, PL3 എന്നൊക്കെ. ഈ നമ്പറിങ് എല്ലാം സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തോളൂ. അല്ലാണ്ട് നമ്മൾ പോയി സോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്ലേറ്റ് ആ പ്ലേറ്റും സെയിം ആണോ, ഇതിന് ഡിഫറെൻറ്റ് നമ്പേഴ്സ് വരുമോ, അതെല്ലാം സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തോളൂ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ആ ബീമിൻ്റെ ഫ്രണ്ട് വ്യൂ. 2 എൻഡിലും ആ പ്ലേറ്റ് വന്നേക്കുന്നു, കണക്ഷൻ പ്ലേറ്റ് സെയിം ആയതുകൊണ്ടാണ് സെക്ഷൻ എ എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി സെയിം സെക്ഷൻ ആയതുകൊണ്ട് വന്നേക്കുന്നത്. നമുക്കിനി ഇതേപോലെ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഈ കാണുന്നത്, ഇത് ഈ ഒരു അസംബ്ലിയിൽ വരുന്ന ഓരോന്നിൻ്റെ പീസ് മാർക്ക്, അതിൻ്റെ സെക്ഷൻ സൈസ്, നമ്പർ, ഗ്രേഡ്, ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. പിന്നെ ക്വാണ്ടിറ്റി, ഏരിയ, ലെങ്ത്, വെയിറ്റ്, പിന്നെ ടോട്ടൽ വെയിറ്റ്, ഇതാണ് ടോട്ടൽ വെയിറ്റ്. ഓക്കെ, ഇതെല്ലാം ഓട്ടോമാറ്റിക് ജനറേറ്റായി വന്നു. ഇപ്പോൾ ഡ്രോയിങ്സ് ഓട്ടോമാറ്റിക് ജനറേറ്റായി വന്നു എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് നമുക്ക് ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് ക്ലീനിങ് പ്രോസസ്സ് ചെയ്യാനുണ്ട്. ഈ ഡ്രോയിങ് കുറേയും കൂടി ഒരു പ്രസൻറ്റേഷൻ വൈസ്, ഇപ്പോൾ ചില ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റായിട്ട് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി എക്സ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ഈ ഡയമെൻഷൻ, ചിലപ്പോൾ സപ്പോസ് ഈ ക്ലയൻറ്റിന് വേണ്ടത് ഇതാണ് ഐ സെക്ഷൻ ബീം, ഈ ബീമിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഡയമെൻഷൻ വേണ്ടതെങ്കിൽ നമുക്ക് സെൻറ്ററിൽ നിന്ന് വേണമെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ പിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതാണ് ഇപ്പോൾ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ഇതേപോലെ നമുക്ക് ഓരോ ഡയമെൻഷൻ അറേഞ്ച് ചെയ്യേണ്ടി വരും. അൺവാണ്ടഡ് ഡയമെൻഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയണം. ഇനി ചില ഡയമെൻഷൻസ് ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുക്കണം. ഡയമെൻഷൻസിന് ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, സെക്ഷൻസ് കട്ട് ചെയ്യുന്നതിന് ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. സെക്ഷൻ ഇല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് വെക്കേണ്ടി വരും. ഡ്രോയിങ് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടി വരും. വെൽഡിങ് സിമ്പിൾസ് ഒക്കെ കൊടുത്ത് ഡ്രോയിങ് വളരെ വളരെ നീറ്റായിരിക്കണം ആൻഡ് പ്രസൻറ്റബിൾ ആയിരിക്കണം. നമ്മളൊരു ഡ്രോയിങ് സബ്മിറ്റ് ചെയ്താൽ തിരിച്ച് ഒരു കമൻ്റായിട്ട് തിരിച്ച് ഇങ്ങോട്ട് അവർ വരരുത്. ഡ്രോയിങ്സ് ആ രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം ഡ്രോയിങ് എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇൻ ഡെപ്ത് നമ്മളിവിടെ പഠിപ്പിക്കുമ്പോൾ ഇൻ ഡെപ്ത് ആണ് നിങ്ങൾക്ക് ആ ട്രെയിനിങ് തരുന്നത് സോഫ്റ്റ്വെയറിൽ എഡിറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത് 2 സെക്ഷനും സെയിം ആണ്. ഇനി ഞാൻ ഒരു ഏരിയയിൽ കണക്ഷൻ ചേഞ്ച് ചെയ്യാൻ പോവാം. ഇപ്പോൾ നമുക്ക് 4 ബോൾട്ടല്ലേ ഉള്ളത്. ഒരു എൻഡിൽ കണക്ഷൻ ഞാനിപ്പോൾ 5 ബോൾട്ട് ആക്കാൻ പോവാം. ഇപ്പോൾ ഇവിടെ കണക്ഷൻ്റെ പ്രോപ്പർട്ടി എടുത്തു. ഇവിടെ ജസ്റ്റ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 5 ബോൾട്ട് എന്ന് പറഞ്ഞു കൊടുത്തു, മോഡിഫൈ. അപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ബോൾട്ടിൻ്റെ നമ്പേഴ്സ് ആഡായി വരും. കണ്ടില്ലേ, 5 ബോൾട്ടായി. ഇനി ഈ സെയിം ഡ്രോയിങ് നമ്മൾ തുറക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? ഒരു സൈഡിൽ സെക്ഷൻ എയും അടുത്ത സൈഡ് സെക്ഷൻ ബിയും, ബിക്കോസ് ബോത്ത് സൈഡ്സ് ആർ കണക്ഷൻസ് ആർ ഡിഫറെൻറ്റ്. സോ സെക്ഷൻ എയും സെക്ഷൻ ബിയും തന്നെ. അപ്പോൾ സെയിം ഡ്രോയിങ് ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. You see the software takes section A and section B. 2 പ്ലേറ്റിന് ഇത് 5 ബോൾട്ടിൻ്റെ സെക്ഷൻ, ഇത് 4 ബോൾട്ടിൻ്റെ സെക്ഷൻ. സോ എവറിത്തിങ് ദ സോഫ്റ്റ്വെയർ വിൽ ഡിറ്റക്ട് ഓട്ടോമാറ്റിക്കലി ആൻഡ് ഇറ്റ് വിൽ ജനറേറ്റ് ദ ഡ്രോയിങ്സ്. ഹിയർ ദ ബിൽ ഓഫ് മെറ്റീരിയലിലും ഇതേപോലെ തന്നെ അഡീഷണൽ ഒരു പ്ലേറ്റും കൂടി ആഡായി വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പോൾ ഇതാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ സൈറ്റിൽ ഇറക്ഷൻ ചെയ്യുന്ന ഒരു ഡ്രോയിങ്സും ജനറേറ്റ് ചെയ്ത് കൊടുക്കും. GA ഡ്രോയിങ് എന്ന് പറയും, ജനറൽ അറേഞ്ച്മെൻറ്റ്. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഫുൾ ഇത് നോക്കി ഒരുപാട് ബോൾട്ടുകളുണ്ട്, പല ലൊക്കേഷനിലും ബോൾട്ട് എത്ര സൈസ്, എത്ര ലെങ്ത്തിൻ്റെ എത്ര എണ്ണം മേടിക്കണം എന്നുള്ളതിൻ്റെ ലിസ്റ്റ് കൊടുക്കണം. ഇതിൽ സ്റ്റീലിൻ്റെ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കൊടുക്കാനായിട്ട് നമുക്കിവിടെ ഒരു റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു കാറ്റലോഗ് ഉണ്ട്. ഈ കാറ്റലോഗിൽ നിന്നും ഞാനിപ്പോൾ ഇവിടെ ഈ കാറ്റലോഗ് ബോൾട്ടിൻ്റെ ലിസ്റ്റ് എടുക്കാം. ഇപ്പോൾ ഇവിടെ വന്നുണ്ടോ, ഇവിടെ M20 അതായത് 20 സൈസിൻ്റെ ബോൾട്ട് 65 ലെങ്ത്തിൻ്റെ 20 ക്വാണ്ടിറ്റി ഉണ്ട് ഈ പ്രോജക്റ്റിൽ.
ഇനി അതിൻ്റെ താഴെ നോക്കിയാൽ M20 തന്നെ ബോൾട്ട് 60 ലെങ്ത്തിൻ്റെ 40 ക്വാണ്ടിറ്റി ഉണ്ട് ഈ പ്രൊജക്റ്റ്. ഇത് ഡയറക്റ്റ് നമുക്ക് ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, എക്സലിലൊക്കെ ആക്കി നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, hope you all understand this session. If you have any doubt, just contact us.